ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണ്ട, അതേപോലെ കുറേ പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ഞാനിതിലേക്ക് ഓൺലി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതേപോലെ ഉള്ളിയും തക്കാളിയും കുറച്ച് കറിവേപ്പിലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് തന്നെ നല്ല അടിപൊളി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവോള ഇതേപോലെ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുണ്ട്. തക്കാളിയും ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതും 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. ഇനി ഇതിൽ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എണ്ണ അത്യാവശ്യം ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. സവോള അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് സവോള നല്ല പോലെ കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് വഴന്ന് കിട്ടിയാൽ മതി. അത്യാവശ്യം സവോള ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നല്ല പോലെ വെന്തുടഞ്ഞ് വരണം. ആ ഒരു സമയത്ത് സവോളയും അത്യാവശ്യത്തിന് നല്ല പോലെ വഴന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെയല്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതുപോലെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ രീതിയിൽ തന്നെ ഇതേപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നല്ലൊരു കളറും, അതേപോലെ നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതൊരു വലിയ സ്പൈസി ആയിട്ടുള്ള ഗ്രേവിയൊന്നുമല്ല. എല്ലാവർക്കും, കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല പോലെ ആ ഒരു ഓയിൽ നല്ല പോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ മുളക് കുറേ കാണാനുള്ളത് കൊണ്ട് ഒരു മുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമില്ല, കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഇതേപോലെ നമ്മുടെ മഞ്ഞ ഒട്ടും സ്പ്രെഡ് ആവാതെ വേണം നമ്മൾ ഇതേപോലെ പൊട്ടിച്ച് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം, മുട്ടയുടെ അടിഭാഗം നല്ലപോലെ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. നോൺ സ്റ്റിക്ക് അല്ലെങ്കിലും ഞാൻ സാധാ അലുമിനിയൻ്റെ പാത്രത്തിലൊക്കെ ഇത് ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിയിൽ പിടിക്കലൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ അടിഭാഗം നല്ല പോലെ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടി വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് ഒരുപാട് നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി മറക്കരുത്. അപ്പോൾ വീണ്ടും വരാം. ബായ്. അസ്സലാമു അലൈക്കും.